പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഈ ലൈസൻസുകളില്ലാതെ ബിസിനസ് തുടങ്ങിയ വൻതുക ഫൈൻ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം തന്നെ പൂട്ടേണ്ടി വരാം. പലരും റൂം വാടകയ്ക്ക് എടുത്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ബിസിനസ് തുടങ്ങും. പക്ഷേ ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഒരു ബിസിനസ് തുടങ്ങാൻ പ്രധാനമായും വേണ്ടത് ആദ്യത്തേത് ബിസിനസ് രജിസ്ട്രേഷനാണ്. അതിൽ ഉദ്യം രജിസ്ട്രേഷൻ ആകാം, പാർട്ണർഷിപ്പ് ഡീഡാകാം, LLP രജിസ്ട്രേഷൻ ആകാം, കമ്പനി രജിസ്ട്രേഷൻ ആവാം. രണ്ടാമത്തേതാണ് ലോക്കൽ ബോഡി ലൈസൻസ്. നിങ്ങൾ പഞ്ചായത്തിൽ നിന്നുള്ള ട്രേഡ് ലൈസൻസ് ആണിത്. ഇതിന് പകരമായിട്ട് K-Swift പോർട്ടലിൽ അക്നോളജ്മെൻറ്റോ ഇല്ലെങ്കിൽ ലൈസൻസോ കരസ്ഥമാക്കാം. മൂന്നാമത്തേതാണ് ലേബർ രജിസ്ട്രേഷൻ. കേരളത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നാലാമത്തേതാണ് GST രജിസ്ട്രേഷൻ. നിങ്ങളുടെ വിറ്റുവരവ് ലിമിറ്റ് കടന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്തേക്ക് സെയിൽ നടത്തുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനിയുള്ളതൊക്കെ പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് ആണ്. 10-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ESIC രജിസ്ട്രേഷൻ, 20-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ PF രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഫുഡ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ FSSAI രജിസ്ട്രേഷൻ, വിദേശത്തേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, പാക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ പാക്കർ ലൈസൻസ്, ഇത്രയും രജിസ്ട്രേഷൻസ് എടുത്തിരിക്കണം. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ലൈസൻസ് ഒക്കെ എടുത്തിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ ഏതൊക്കെ ലൈസൻസ് ആവശ്യമുണ്ടെന്ന് അറിയാൻ ഞങ്ങളുമായി കണക്ട് ചെയ്യും.